എൻ്റെ പേര് പാർവതി. നിയാസ് ആലുവയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഞാൻ അമ്മയോടും തിരുക്കുമാരോടും ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ജൂൺ 16, 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസനത്തെ അമ്മയെക്കുറിച്ച് എല്ലാം അവളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ വിഷമങ്ങൾക്ക് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത് അവളോടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, നീ കൃപാസനം അമ്മയെ നല്ലോണം പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഭയങ്കര പനി വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലിവറിന് ഇൻഫെക്ഷനും പിന്നെ ലിൻഫോമ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് എന്താ ചെയ്യേണ്ടത് പറയില്ല. ഓരോ പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ടുള്ളതാണ്. അത് അവർ ലിൻഫോമ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ലാസ്റ്റ് 2 ആഴ്ചത്തോളം ഈ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, അതിൽ നമുക്ക് എന്താ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മാതാവിനോട് നല്ലോണം പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്കൊരു കുഴപ്പം ഉണ്ടാവരുത്, എനിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഒന്നും ഉണ്ടാവരുതെന്ന് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ചു. നാളത്തെ റിസൾട്ട് വരുമ്പോൾ എനിക്കതെല്ലാം നെഗറ്റീവായിരിക്കണേന്ന് ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവളെ എനിക്ക് പ്രാർത്ഥനയെല്ലാം വാട്സപ്പ് വഴി എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ കരഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ്, എനിക്കൊരു കുഴപ്പം ഉണ്ടാവരുത് നാളത്തെ റിസൾട്ടിൽ. മാതാവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് അങ്ങനെ ലിൻഫോമ എന്ന് പറഞ്ഞ ഒരു അസുഖവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡിൻ്റെ വേരിയേഷൻ കുറയാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഡിസ്ചാർജാണ് എനിക്ക് എഴുതി തന്നിരിക്കുന്നത്. മാതാവിന് ഞാൻ 1000 നന്ദി ഞാൻ പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ലയെന്ന് ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്ന് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒരു ജോലീൻ്റെ കാര്യത്തിനായിരുന്നു. ജോലി ഉണ്ടെങ്കിൽ തന്നെയും അത് 2 മാസം കഴിയുമ്പോൾ ആ ജോലി നഷ്ടപ്പെടുകയും സാലറി ഒന്നും കൃത്യമായി കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഫിനാൻഷ്യലായിട്ടും റെൻ്റ് കൊടുക്കാൻ പറ്റാതെയും കുറേ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നല്ലൊരു ജോലി ബാംഗ്ലൂർ എൻ്റെ ഹസ്ബൻഡിന് കിട്ടണമെന്നും നല്ല സാലറിയിലും നല്ല പോസ്റ്റിലും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജാനുവരി 17. ഫെബ്രുവരി 7 ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ. ഈ 2 ഏതെങ്കിലും ഡേറ്റിൽ എനിക്ക് മാതാവ് ഞാൻ വെച്ച സാക്ഷ്യത്തിൽ ഏതെങ്കിലും ഒന്ന് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ സീനിയർ സാറിൻ്റെ മെയിൽ വന്നു, പെട്ടെന്ന് തന്നെ വന്ന് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാം ടെൻഷനായി. പിന്നെ ആ മെയിലിൻ്റെ ബാക്കി കിടന്നത് വേറൊരു നല്ലൊരു കമ്പനിയിൽ നല്ല പോസ്റ്റിൽ നല്ല സാലറി തന്നെ ഹസ്ബൻഡിന് ജോലി കിട്ടിയെന്നായിരുന്നു. ജാനുവരി 17 വന്ന് ജോയിൻ ചെയ്യാനായിരുന്നു ആ മെയിലിലുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമായി ആ മെയിലിൽ കണ്ടപ്പോഴും. ഞാൻ പറഞ്ഞ ആ ഡേറ്റിന് തന്നെ എനിക്ക് മാതാവ് ആ ജോയിൻ ചെയ്യാൻ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഹസ്ബൻഡ് പോയി ജോയിൻ ചെയ്തു. ഞങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടി. അതിന് മാതാവിനോട് ഞാൻ 1000 നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ സിസ്റ്റർ പൂനെയിലാണ്. സിസ്റ്ററിന് ഓഫീസിൽ പോയി ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററിന് 2 കണ്ണും ഭയങ്കരമായിട്ട് നീര് വന്ന പോലെ, എന്താണെന്നറിയില്ല. ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര എന്തോ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു, മരുന്ന് ഒഴിച്ചു, ഒന്നിനും ഒരു കുറവുമില്ല. അവൾക്ക് കണ്ണ് ഭയങ്കര വേദന, കണ്ണ് തുറക്കാൻ പറ്റാതെയായി. ഞാൻ അവളുടെ ഫോട്ടോയിൽ മാതാവിൻ്റെ തൈലം ഞാൻ പുരട്ടി. നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും മാതാവെ അത് കുറഞ്ഞു കിട്ടണം. കാരണം അവൾ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തത് കുറച്ചായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, 1 ആഴ്ച എങ്ങാണ്ടായുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇനി ലീവ് എടുക്കണ്ടേ, ഇനി ഇത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. കണ്ണെനിക്ക് അത്രയ്ക്കും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, മാതാവ് നമ്മൾക്ക് കനിയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് അവൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ഒരു കണ്ണിൽ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായതായിട്ട് എന്നെ തോന്നില്ല. അതുപോലെയായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണിലത്തെല്ലാം മാറി, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്.
മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു വർഷത്തോളമായിട്ട് എനിക്ക് മുട്ട് മടക്കി ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഇരിക്കാനും പറ്റില്ല. എനിക്ക് ഭയങ്കര വേദനയും കടച്ചിലും ഒക്കെ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും തൈലോ എന്തെങ്കിലും പുരട്ടിയിട്ടൊക്കെ ആയിരിക്കും ഞാനത് മാറ്റാറ്. എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഒന്നും കഴിയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, എൻ്റെ ഈ വേദനയെല്ലാം മാറ്റി തരണം. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇത് ഓർക്കാതെയാണ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ദൈവമേ, ഞാൻ മുട്ടുകുത്തിയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ. അതിനുശേഷം എനിക്ക് ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. എത്ര നേരം വേണമെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് തിരുക്കുമാറിന് ഞാൻ നന്ദി പറയുന്നു. മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി മനോജ്. ഞാൻ തിരുവനന്തപുരം പേയാടി സെൻറ്റ് സേവിയേഴ്സ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 10/5/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾക്ക് മുഴുവനുമായി വീട്ടിൽ നല്ല അസുഖമായിരുന്നു. വളരെ കഷ്ടതയിൽ ഞങ്ങൾ കഴിയുകയായിരുന്നു. ഞങ്ങൾ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടയായി. കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും ആദ്യ 1 വർഷം വന്നെത്താൻ സാധിച്ചില്ല. ആദ്യത്തെ 1 വർഷം ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബ് വഴി കണ്ട് ദിവസവും രാവിലെ 5:30 മണിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷമാണ് കുടുംബത്തോടെ ഈ കൃപാസനത്തിൽ വരാൻ സാധിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത് ആദ്യമായി തന്നെ എൻ്റെ ഭർത്താവിന് ജലദോഷത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. 8-9 വർഷമായി വിഷമിച്ചിരുന്ന ജലദോഷം അലർജിയിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ ഞാൻ ആദ്യമായി വിശ്വാസ പ്രമാണം പറഞ്ഞ ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് ക്രമേണ അത് മാറുകയുണ്ടായി. പിന്നെയാണ് മനസ്സിലായത് ഈ കൃപാസനത്തിൽ വന്ന ഉടമ്പടി തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായാണ് മാറിക്കിട്ടിയതെന്ന്. അടുത്തതായി എൻ്റെ മകൾക്ക് 3 വർഷമായി സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അവൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പല ട്രീറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ആയുർവേദം, അലോപ്പതി എല്ലാം ഉപയോഗിച്ചിരുന്നു. അവൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് കൃപാസനത്തിൽ വന്ന ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവർക്ക് പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നീട് എനിക്ക് കൈയുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ഭയങ്കര വേദനയായിരുന്നു. ഒരു ജോലിയും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. വെയിറ്റ് എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഞാൻ ധാരാളം മരുന്നുകൾ ഉപയോഗിച്ചു. യാതൊരു മാറ്റവും ഉണ്ടായില്ല. പിന്നീട് കൃപാസനത്തിൽ വരികയും കൃപാസനത്തിൽ ഉപയോഗിച്ചിരുന്ന ഉടമ്പടി തൈലം ദിവസവും പുരട്ടി വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ക്രമേണ അത് മാറിക്കിട്ടുകയും ചെയ്തു. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട് 35 കിലോമീറ്റർ അകലെയാണ്. അമ്പൂരിയിലെന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ വീട് പേയാടും. എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പയും അമ്മയും കൂടി ഇത്രയും ദൂരം ബസ് യാത്ര ചെയ്ത് വരികയായിരുന്നു. വഴിയിൽ വെച്ച് ബസ്സിൽ വെച്ച് പപ്പയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുകയും വീട്ടിൻ്റെ അടുത്ത് 2-3 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്ന് പപ്പയ്ക്ക് നെഞ്ചുവേദന ബസ്സിൽ വെച്ച് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല. പിന്നീട് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോ വിളിച്ച് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെത്തുകയും, എന്നാൽ വീട്ടിൽ വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് വരുന്ന 10-20 മിനിറ്റ് ഉണ്ട്. ആ മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പപ്പ നെഞ്ചുവേദന എടുത്ത് പെടയുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് ഉപ്പും വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം ഉപയോഗിച്ചു. പപ്പയെ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് വരണം, പപ്പയെ പെട്ടെന്ന് കൊണ്ടെത്തിക്കണം, പപ്പയ്ക്ക് അത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന്. അതിൻ്റെ ഫലമായി ചേട്ടൻ വരികയും പപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുകയും ഉടൻ തന്നെ മേജറായിട്ടുള്ള 3 ബ്ലോക്ക് ഉണ്ടാവുകയും അതിനെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പപ്പയ്ക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്ന് വിശ്വസിക്കുന്നു. പപ്പയ്ക്ക് യാതൊരു ഇപ്പം കുഴപ്പവുമില്ല. ക്രമേണ ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി.